ബംഗാളിന്റെ മണ്ണിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുമോ? അധികാരം പോയേക്കുമെന്ന പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ മമതാ ബാനർജി? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ബംഗാളിൽ തങ്ങൾ കാണിച്ചു കൂട്ടിയ ഗുണ്ടായുസവും തിരിമറികളും ഇത്തവണ വോട്ടെണ്ണൽ മേശയിൽ നടക്കില്ലെന്ന് ഉറപ്പായതോടെ ദീദി ശരിക്കും വിറച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നൊരുക്കിയ ചാണക്യ തന്ത്രങ്ങൾക്ക് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ അസ്തമിക്കുകയാണോ? കേന്ദ്ര സർക്കാർ ജീവനക്കാർ വോട്ടെണ്ണിയാൽ താൻ തോറ്റുപോകാമെന്ന മമതയുടെ ആ ഒരു പേടിയുണ്ടല്ലോ, അത് തന്നെയാണ് ബിജെപിയുടെ ഏറ്റവും വലിയ വിജയം. തിരഞ്ഞെടുപ്പിന് മുൻപ് വീമ്പ് പറഞ്ഞവർ ഇപ്പോൾ കോടതിയുടെ വരാന്തകളിൽ ഭയന്നോടുകയാണ്. എന്താണ് വോട്ടെണ്ണലിന് തൊട്ടു മുമ്പ് മമതയ്ക്ക് ഏറ്റ കനത്ത പ്രഹരം? സുപ്രീം കോടതിയിൽ നടന്ന ആ നാടകീയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നതോടെയാണ് മമതാ ബാനർജിയുടെ സമനില തെറ്റിയത്. സാധാരണയായി ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഉദ്യോഗസ്ഥരെയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ബംഗാളിലെ സാഹചര്യം നമുക്കറിയാം. അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും വോട്ട് മറിക്കാൻ തൃണമൂലിന് വലിയ മടിയൊന്നുമില്ല. എന്നാൽ മോദിയും അമിത്ഷായും കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ പഴുതുകൾ അടച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ജീവനക്കാർ വന്നാൽ കൃത്രിമം കാണിക്കാൻ പറ്റില്ലെന്ന് ദീദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കത്തിനെതിരെ അവർ സുപ്രീം കോടതി വരെ ഓടിയത്. അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ ബുദ്ധി ഇവിടെയാണ് നാം കാണുന്നത്. ബംഗാളിലെ ഓരോ ചലനവും ഡൽഹിയിലിരുന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ മാത്രം വോട്ടെണ്ണൽ ഏൽപ്പിച്ചാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിഞ്ഞ് അവിടെ കേന്ദ്രത്തിന്റെ കണ്ണ് വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയ തൃണമൂലിന് കിട്ടിയത് എട്ടിന്റെ പണിയാണ്. വോട്ടെണ്ണലിനായി കേന്ദ്ര ജീവനക്കാരെ വെക്കുന്നത് നിയമവിരുദ്ധമല്ലെന്ന് സുപ്രീം കോടതി പച്ചയായി പറഞ്ഞു. ഇതോടെ മമതയുടെ പക്കലുണ്ടായിരുന്ന അവസാന അടവും പരാജയപ്പെട്ടു. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രത്തോളം സുതാര്യമാണെന്ന് കോടതിയുടെ ഈ ഉത്തരവ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഞങ്ങളെ എന്താ വിശ്വാസമില്ലേ എന്ന് കോടതിയിൽ ചോദിച്ച മമതയോട് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, സുതാര്യതയുടെ പ്രശ്നമാണെന്ന് കോടതി പറയാതെ പറഞ്ഞു. കേന്ദ്ര ജീവനക്കാർ വരുന്നതിനെ എന്തിനാണ് മമത ഇത്ര ഭയപ്പെടുന്നത്? കള്ളവോട്ട് ചെയ്യാൻ പറ്റില്ല എന്നോ അതോ ബാലറ്റിൽ തിരിമറി നടത്താൻ ഉദ്യോഗസ്ഥരെ കിട്ടില്ല എന്നതോ? ഈ പേടിയിൽ തന്നെ മമതയുടെ തോൽവി എഴുതി ചേർക്കപ്പെട്ടു. വാദം കേൾക്കുന്നതിനിടയിൽ തൃണമൂൽ അഭിഭാഷകൻ കപിൽ സിബൽ നടത്തിയ നീക്കങ്ങളും പാളിപ്പോയി. ആദ്യം കേന്ദ്ര ജീവനക്കാരെ വേണ്ടെന്ന് പറഞ്ഞവർ കോടതിയുടെ കർക്കശ നിലപാട് കണ്ടപ്പോൾ പതുക്കെ മയപ്പെട്ടു. ഓരോ ടേബിളിലും ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരനെയെങ്കിലും വയ്ക്കണമെന്ന ദയനീയമായ അപേക്ഷയിലേക്കാണ് മമതയുടെ പാർട്ടി ഒടുവിലെത്തിയത്. പുലിയെ പോലെ ഗർജിച്ചവർ കോടതിക്ക് മുന്നിൽ പൂച്ചയെ പോലെ ഇരിക്കുന്നത് ബംഗാളിലെ ജനങ്ങൾ കാണുന്നുണ്ട്. മോദി ഷാ കൂട്ടുകെട്ടൊരുക്കുന്ന ഈ സുതാര്യമായ വോട്ടെണ്ണൽ പ്രക്രിയ മമതയുടെ ആക്രമണ രാഷ്ട്രീയത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്. സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തിയതുപോലെ നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വോട്ടെണ്ണലും നടത്തിയാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂലിന്റെ കഥ കഴിയുമെന്ന് ഉറപ്പാണ്. വോട്ടെണ്ണുന്നതിനു മുമ്പേ കോടതിയിൽ തോറ്റ മമതാ ബാനർജിക്ക് ജനവിധി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി ഇവിടെയാണ് ബിജെപിയുടെ രാഷ്ട്രീയ മേധാവിത്വം പ്രകടമാകുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് വയ്ക്കുന്നത് സുതാര്യത എന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. വോട്ടെണ്ണൽ ഡ്യൂട്ടിക്ക് കേന്ദ്ര ജീവനക്കാർ വരുന്നതിനെ ബിജെപി സ്വാഗതം ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്തിനാണ് കോടതികൾ തോറും കയറി ഇറങ്ങുന്നത്? മമതയുടെ കയ്യിൽ നിന്നും ബംഗാൾ വഴുതി പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സാധാരണയായ ഒരു ഭരണകക്ഷിക്ക് അവരുടെ ഭരണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ഇത്രയധികം പരിഭ്രാന്തരാകില്ല. പക്ഷെ ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്വന്തം ആളുകളില്ലെങ്കിൽ കളി മാറുമെന്ന് ദീദിക്ക് നന്നായി അറിയാം. അമിത്ഷാ ഒരുക്കിയ ഈ വ്യൂഹത്തിൽ മമത അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. കേന്ദ്രസേന വോട്ട് പെട്ടിക്ക് കാവൽ നിൽക്കുന്നു, കേന്ദ്ര ഉദ്യോഗസ്ഥർ വോട്ട് എണ്ണുന്നു. ഇനി എങ്ങനെ കൃത്രിമം നടത്തുമെന്ന ആലോചനയിലാണ് തൃണമൂൽ ക്യാമ്പ്. ബംഗാളിലെ ജനങ്ങൾ മാറ്റത്തിനായി കൊതിക്കുകയാണ്. അഴിമതിക്കും ആക്രമണ രാഷ്ട്രീയത്തിനും അറുതി വരുത്താൻ മോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിക്ക് മാത്രമേ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വോട്ടെണ്ണൽ ദിവസം വരാനിരിക്കുന്നത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണമായിരിക്കും.
സുപ്രീം കോടതിയുടെ ഈ വിധി ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിൽ ആർക്കും ഗുണ്ടായിസം കാണിക്കാനാവില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. വർഷങ്ങളായി ബംഗാളിൽ തങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ ഏകാധിപത്യം അവസാനിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവാണ് തൃണമൂലിനെ ഈ നിലയിലെത്തിച്ചത്. BJPയുടെ തന്ത്രങ്ങളെയും മോദി ഷാ കൂട്ടുകെട്ടിനെയും വിമർശിക്കാൻ ദീദിക്ക് 1000 നാവാണ്. പക്ഷേ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ വരുന്നത് തടയാൻ അവർക്ക് ഒരു നിയമത്തിന്റെ പിൻബലവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ വോട്ടെണ്ണൽ വെറുമൊരു അക്കങ്ങളുടെ കളിയല്ല. അത് ബംഗാളിലെ ആക്രമണ രാഷ്ട്രീയത്തിനു മേൽ ജനാധിപത്യം നേടുന്ന വലിയൊരു വിജയം തന്നെയായിരിക്കും. മെയ് 4-ാം തീയതി രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഓരോ ടേബിളിലും ഇരിക്കുന്ന ആ കേന്ദ്ര ഉദ്യോഗസ്ഥർ മമതയുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ ഈ ചാണക്യ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇനി മമതയുടെ പക്കൽ എന്തായുധമാണുള്ളത്? ഒന്നും ബാക്കിയില്ല. തോൽവി സമ്മതിച്ചു കഴിഞ്ഞ ഒരു നായികയെ പോലെയാണ് ഇപ്പോൾ ദീദിയുടെ പെരുമാറ്റം. പശ്ചിമ ബംഗാൾ മാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് ഇത്രയും കാലം പഴക്കിയ ഭയപ്പെടുത്തൽ രാഷ്ട്രീയത്തിന്റെ അവസാന അധ്യായത്തിനാണ് സുപ്രീം കോടതി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയപ്പോൾ മമതയുടെ മുഖത്തുണ്ടായ ആ പരിഭ്രമം മതി ബംഗാളിലെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നതെന്ന് മനസ്സിലാക്കാൻ. സ്വന്തം നാട്ടിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കള്ളക്കളി നടത്താൻ ഇനി സാധിക്കില്ലെന്ന് ഉറപ്പായതോടെ കളി കൈവിട്ടു പോയെന്ന് ദീദിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ബംഗാളിൽ BJPക്ക് കിട്ടുന്ന ഓരോ വോട്ടും അവിടുത്തെ അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷമാണ്. ആ രോഷം വോട്ടെണ്ണൽ മെഷീനിൽ തെളിയുമ്പോൾ അത് മാറ്റം വരുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന അമിത്ഷായുടെ നിശ്ചയദാർഢ്യത്തിനാണ് ഇവിടെ മാർക്ക് വീഴുന്നത്. തൃണമൂലിന്റെ ഗുണ്ടാപ്പടയ്ക്ക് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇനി റോളില്ല. അവിടെ നീതിയും നിയമവും മാത്രമായിരിക്കും നടപ്പിലാക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിയമ പോരാട്ടം അവസാനിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു വിധിയായല്ല, മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിലാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ബംഗാളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് ഭയരഹിതമായ ഒരു വോട്ടിംഗ് സംസ്കാരമാണ്. കഴിഞ്ഞ കുറേ ദശകങ്ങളായി ബംഗാൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സെറ്റിൽമെന്റ് ഇത്തവണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നടക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. മമതാ ബാനർജി എന്ന കരുത്തുറ്റ രാഷ്ട്രീയ നേതാവ് എന്തിനാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ഐഡന്റിറ്റി കാർഡിന് മുന്നിൽ ഇത്രയധികം പതറുന്നത്? കേന്ദ്ര സർക്കാർ ജീവനക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടെണ്ണൽ നടത്താറുണ്ട്. അവിടെയൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ബംഗാളിലുള്ളത്? ഇവിടെയാണ് ദീദിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നത്. ജനങ്ങളുടെ വിശ്വാസം ആർക്കൊപ്പമാണോ അവർക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തന്റെ സ്വാധീന വലയത്തിലുള്ള ഉദ്യോഗസ്ഥരല്ലെങ്കിൽ ഫലം മാറി മറിയുമെന്ന് മമത ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജനവിധി തൃണമൂലിന് എതിരാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു എന്നാണ്. ഈ വോട്ടെണ്ണൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു കാര്യത്തിനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന് നൽകേണ്ട സ്വതന്ത്രമായ അധികാരം സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് എത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് ബംഗാളിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പ് തന്നെയാണ്. വോട്ടെണ്ണൽ മെഷീനുകൾ ഓരോന്നായി തുറക്കുമ്പോൾ ദീദിയുടെ രാഷ്ട്രീയ കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുമോ? അതോ കേന്ദ്ര ജീവനക്കാരുടെ സാന്നിധ്യത്തിലും പുതിയൊരു ചരിത്രം പിറക്കുമോ? നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളും അമിത്ഷായുടെ അജയ്യമായ തന്ത്രങ്ങളും ബംഗാളിനെ കാവി പുതപ്പിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ബംഗാൾ ഇത്തവണ ആർക്കൊപ്പമെന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.